നമസ്കാരം. IUV ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നേഗ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ കുട്ടികളിലുള്ള കഴിവുകൾ, ഒളിഞ്ഞിരിക്കുന്ന സ്കിൽസ്, കഴിവുകൾ എന്താണ് എന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമേറിയ കാര്യം തന്നെയാണ്, അല്ലേ? നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. എൻ്റെ കുട്ടിക്ക് ഇന്ന കഴിവൊന്നും ഉണ്ടാവില്ല, അവൻ വെറുതെ കാണിക്കുന്നതായിരിക്കും, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മളുടെ കുട്ടികളെ ഉള്ളിലെ കഴിവുകളെ എന്താണെന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ ഇഷമോള്, അവൾക്ക് ഇപ്പൊ 8 വയസ്സാവാൻ പോകുന്നു കേട്ടോ. അവളുടെ അരങ്ങേറ്റാണ് മെയ് 21 ഈ വർഷം 2026 മെയ് 21 അവളുടെ അരങ്ങേറ്റാണ്. അവൾ ക്ലാസ്സിൽ നൃത്തം അഭ്യസിക്കാൻ വേണ്ടി 4 വർഷം കഴിഞ്ഞു. 4 വർഷം കഴിഞ്ഞു. അപ്പോ ഞാന് ഇഷയെ ക്ലാസിക്കൽ ഡാൻസിന് ചേർത്താനുണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടിയായപ്പോ, നമുക്കൊരു പെൺകുട്ടിയാണ് ജനിച്ചതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് അവളെ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാനായിട്ട് വിടണം. അവൾക്ക് നൃത്തം, അതായിരുന്നു എൻ്റെ മനസ്സിൽ. അവളെ അരങ്ങേറ്റം ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിച്ച് അവളെ അരങ്ങേറ്റം നടത്തണം, ചിലങ്ക വീട്ടിൽ വരണം, ഇതൊക്കെ വലിയ കാര്യമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ അവളെ പഠിപ്പിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് നടന്നത്. പക്ഷെ ഇവളൊരു 3 വയസ്സ് ഒക്കെ ആയിട്ടും ഇവള് ഒരു പാട്ട് കേട്ട അതിനൊരു മൂവ്മെന്റ്സ് വെക്കേ, ഒരു സ്റ്റെപ്പ് വെക്കേ ഒന്നും അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ, എൻ്റെ ആഗ്രഹം വെറുതെ ആവോ എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഞാന് രണ്ടും കൽപ്പിച്ച് ഒരു നല്ല ടീച്ചറെ കണ്ടുപിടിച്ചു, അവിടെ ചേർത്തി. അപ്പൊ ടീച്ചറെ അടുത്ത് ചേർത്തുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവള് ഒരു പാട്ട് കേട്ടാൽ പോലും ഒരു താളം പിടിക്കുകയോ ഒരു സ്റ്റെപ്പ് കാണിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. കുട്ടികൾ സാധാരണ, പെൺകുട്ടികൾ പ്രത്യേകിച്ച്, ഒരു പാട്ട് കേട്ടാലൊക്കെ ഒരു താളം പിടിക്കും, സ്റ്റെപ്പ് ഇടുകയൊക്കെ ചെയ്യില്ലേ? അതൊന്നും ഇഷ ചെയ്ത് കണ്ടിട്ടില്ല ഞാൻ. പിന്നെ എൻ്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ ഇങ്ങനെ ഇവളെ ചേർത്തണതാണ്. എപ്പോ അവൾക്ക് ഇത് വഴങ്ങുന്നില്ല, ഇവളിതിന് ആപ്റ്റ് അല്ല എന്ന് കാണുന്നു, അവൾക്ക് താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടീച്ചർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സിനിമാറ്റിക്കും ക്ലാസിക്കലും രണ്ട് സ്റ്റൈലാണ്. ഞാനും അതുപോലെ തന്നെയാണ്. എനിക്ക് സിനിമാറ്റിക് ഒട്ടും വഴങ്ങാത്ത ഒരാളായിരുന്നു. ക്ലാസിക്കൽ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ വിഷമിക്കേണ്ട. ഒരു കാര്യമുള്ളത്, സ്ഥിരമായിട്ട് ക്ലാസ്സിന് വിടാനായിട്ട് ശ്രമിക്കണം, അതാണ് വേണ്ടതെന്ന് പറഞ്ഞു. ശരി. ഇഷയെ സംബന്ധിച്ച് ഇഷയ്ക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല. എന്ന് ക്ലാസ് വെച്ചാലും അത് സ്കൂളിൽ പോവാനാണെങ്കിൽ പോലും ഇഷയ്ക്ക് മടിയില്ല. അത് എത്ര മുടക്ക് കഴിഞ്ഞിട്ടും ഇഷ നാളെ സ്കൂളുണ്ടെന്ന് പറഞ്ഞാൽ ഇഷ റെഡിയാണ് സ്കൂളിൽ പോവാൻ. അതുപോലെ തന്നെ ഈ കാര്യത്തിൽ അവൾക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ അടവുകളൊക്കെ പഠിച്ചു തുടങ്ങി. പക്ഷെ ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ അവൾക്ക് ടഫാണെന്ന് വിചാരിക്കുന്ന അടവുകള് അവൾ ഈസി ആയിട്ട് പഠിച്ചെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോ അവള് നന്നായിട്ട്, ടീച്ചറെ സംബന്ധിച്ച് അവള് നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇനി അവളുടെ ആ പ്രായത്തിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അവള് കളിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവളെ ചേർക്കുമ്പോൾ പോലും ഒട്ടും കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ആക്ച്വലി അതില് ഇത് കാണിക്കും, ഇൻട്രസ്റ്റ് കാണിക്കും, അവൾ ഇന്ന് നന്നായി കളിക്കും എന്നൊന്നും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അവള് അരങ്ങേറാണ് ഇന്ന് മെയ് 21. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അതുപോലെ തന്നെ കിഷന്റെ കാര്യം പറയണേ. കിഷന് ഇപ്പൊ 5.5 വയസ്സാവുന്നേ ഉള്ളൂ. UKG കഴിഞ്ഞിട്ടുള്ള 1st സ്റ്റാൻഡേർഡിലേക്കാണ്. അവനിലുള്ളൊരു കഴിവെന്ന് വെച്ചാൽ മാത്തമാറ്റിക്സിൽ അവന്റെ ഒരു കഴിവാണ്. അവൻ ഇപ്പോ ഈ 200ന്റെ ഉള്ളിലുള്ള ഏത് 2 സംഖ്യകൾ കൂട്ടാൻ പറഞ്ഞാലും അവൻ മനക്കണക്ക് വെച്ചിട്ട്, ഒരു പേപ്പറോ പേനയോ ഇല്ലാതെ അവൻ മനക്കണക്ക് വെച്ചിട്ട് കൂട്ടി നമ്മളോട് പറഞ്ഞു തരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അവൻ അബാക്കസിനൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്,
ഇത് എൻ്റെ കുട്ടികളുടെ കാര്യം എനിക്ക് ഉദാഹരണം പറയാനായിട്ട് ഏറ്റവും അടുത്ത ഇത്, എല്ലാ കുട്ടികളിലും ഇതുപോലെ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. ഇന്നത്തെ കാലത്ത് ഇത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയട്ടെ. ഇവർ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഈ ഫോൺ അഡിക്ഷൻ, ഫോണിലുള്ള കളികളും ഈ ഗെയിം കളിക്കലും വീഡിയോസ് കാണലും ടി വി കാണലും ഒക്കെ അതിനൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നാമത്തെ കാര്യം അതാണ്. ഇവർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം, ഇതെല്ലാം ഇവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ, ഓർമ്മശക്തി കൂട്ടാനും പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒക്കെ ഇതിനെ അവരെ സഹായിക്കുന്ന ഒന്നാണ്. പഠനത്തെ നന്നായി സഹായിക്കും. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഇന്നൊക്കെ ഭയങ്കര കോമ്പറ്റീറ്റീവ് വേൾഡ് ആണല്ലോ. നമ്മളുടെ കുട്ടികൾക്ക് ഇന്ന കഴിവുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമല്ലേ. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ പറയാം, ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് കുട്ടികളിൽ അല്ലാതെ അങ്ങോട്ട് വളർത്തരുത്. മത്സരങ്ങളിൽ പങ്കെടുക്കാം, പക്ഷെ തോൽക്കാനും കൂടി മനസ്സുണ്ടായിട്ട് വേണം അതിൽ പങ്കെടുക്കാൻ എന്നും കൂടി നിങ്ങൾ ബോധ്യപ്പെടുത്തണം. കാരണം തോൽവിയും ജയമൊക്കെ അതൊരു മത്സരത്തിന്റെ ഭാഗമാണ്. അതിനങ്ങനെ കാണാനായിട്ട് കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കണം കേട്ടോ. അതൊരു വശമാണ്. തോറ്റോട്ടെ എന്നാലും കുഴപ്പമില്ല, ആ സ്റ്റേജിൽ പെർഫോം ചെയ്യുക. അത് ഞാൻ നന്നായി പെർഫോം ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഈ സ്പോർട്സിൽ ഞാൻ മത്സരിക്കും. തോറ്റോട്ടെ എന്നാലും എനിക്ക് മത്സരിക്കാം. അതിന് പക്ഷെ ഒരു പ്രാവശ്യം തോറ്റ് കഴിയുമ്പോൾ നിങ്ങൾ പാരന്റ്സ് ഇതിനാണോടാ നിങ്ങളെ പഠിപ്പിക്കാൻ വിട്ടത്, ഇതാണോന്ന് ഒരിക്കലും പറയരുത്. ഇതൊക്കെ അവരുടെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ അവർക്ക് ഈ ഇന്നത്തെ കാലത്ത് നല്ലതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, കുട്ടികളില് ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ നിങ്ങൾ ട്രൈ ചെയ്യണം. അതായത് ഇപ്പൊ നന്നായി പടം വരയ്ക്കാൻ ആ കുട്ടി എപ്പോഴും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, പക്ഷെ ഒരു പെർഫെക്ഷന്റെ ഒരു കുറവാണ്. അവർക്ക് എന്താണ് വരയ്ക്കേണ്ടത് എന്നുള്ള ഒരു ധാരണ ഇല്ലെങ്കിൽ ഒരു ട്രെയിനറെ കണ്ടെത്തി വിടാം. അതുപോലെ നന്നായി ഫുട്ബോൾ കളിക്കുന്നുണ്ട്, അവൻ ബോൾ കളിക്കുന്നുണ്ട് എങ്കിൽ ഒരു ഫുട്ബോൾ കോച്ചിങ്ങിന് വിടാം. അടുത്ത ഒരു സ്ഥലത്ത് കണ്ടുപിടിച്ച് ഫുട്ബോൾ കോച്ചിങ്ങിന് വിടാം. പാട്ട് പാടുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ ശരിയായിട്ടാണോ പാടുന്നത് എനിക്കറിയില്ല. അവൻ പാട്ട് പാടുന്നുണ്ട്, പാട്ടിന് വിട്ടോ. ഇനി അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് പഠിപ്പിക്കാനാണോ, എന്താണ്, എന്തിലും വേണമെങ്കിലും ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മുന്നിൽ ഉണ്ടെന്നേ. നമ്മളൊരു വീടിന് ചുറ്റും തന്നെ നോക്കി കഴിഞ്ഞാല് ഒരുപാട് പേര് ഇത് പഠിപ്പിക്കുന്നവരുണ്ട്. വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടൊന്നും പഠിപ്പിക്കണമെന്നില്ല. അങ്ങനെ ഇതിനെ കാണണ്ട. നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ അവരെ പഠിപ്പിച്ചാൽ മതി. എന്തെങ്കിലും ഒരു ഐറ്റം എങ്കിലും നമ്മൾ അവരെ ട്രൈ ചെയ്യാനായിട്ട്, അവരിൽ ഒരു കഴിവും കൂടി, എക്സ്ട്രാ ഒരു കഴിവും കൂടി വളർത്താനായിട്ട് നമ്മുടെ പാരന്റ്സ് ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞ മാതിരി മൊബൈലിൽ നിന്നൊക്കെ അഡിക്ഷനിൽ നിന്നൊക്കെ കുറെയൊക്കെ നമുക്ക് അവരെ ഇതാക്കാൻ പറ്റും. പിന്നെ വേറൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കാം. നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അതിന് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നമ്മളുടെ കുട്ടികള് ആരും മോശക്കാരല്ല, ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് ഇന്നത്തെ കാലത്തെ കുട്ടികളില്. അവര് ജെൻസി പിള്ളേരാണ്. അവരിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടെത്തുക, അത് നമ്മളുടെ സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.